മഹാഗുരുശരണം. ഞങ്ങളിപ്പോൾ ഗ്രേറ്റ് കുട്ടുവിൻ്റെ ദിവ്യാത്മാവായ കുട്ടുവിൻ്റെ സമാധി സ്ഥലത്താണുള്ളത്. ഇത് സ്ഥലം എവിടെയാണ് എന്താണെന്ന് കുട്ടുവിൻ്റെ അച്ഛൻ ശ്രീ സുനിലേട്ടനും അമ്മാവനും ഉണ്ട്, അവർ വിവരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അവിചാരിതമായിട്ടാണ് വരാൻ സാധിച്ചത്. കുട്ടുവിൻ്റെ തീരുമാനമായിരുന്നു എന്ന് തോന്നുന്നു, ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ പഴവങ്ങാടിയിൽ തൊഴുത് അത് കഴിഞ്ഞ് ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഇത്രയും വലിയ പ്രാധാന്യം അറിഞ്ഞത് നമ്മുടെ അബാക് മീഡിയയിലെ ശെൽവൻ ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണ്. കാര്യം കുട്ടു 65 ദിവസം നിർമാല്യം തൊഴുത അമ്പലമാണെന്നറിഞ്ഞ് അവിടെ ചെന്ന് അവിടുത്തെ ആ സാന്നിധ്യ ശക്തി മനസ്സിലായി. അവിടുന്ന് പിന്നെ എന്തൊക്കെയാണോ കുട്ടു ആവശ്യപ്പെട്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. കുറേയധികം ഒരു മനസ്സിന് സന്തോഷമുണ്ട്. ഇവിടെ സമാധി സ്ഥലമായിട്ട് ഇത് ചെയ്യാനായിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ കുട്ടുവിൻ്റെ സമാധി സ്ഥലത്ത് വെച്ച് ഞാൻ പറയുകയാണ്, ഇന്നലെ ഞങ്ങൾ സുനിലേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു, കുട്ടുവിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു 2 മണിക്കൂറോളം അവിടെ ഇരുന്നു. അതിൽ 1.5 മണിക്കൂറോളം വീഡിയോ ഉണ്ട്, അത് ഇട്ടിട്ടില്ല. അപ്പോൾ ആദ്യം സമാധിയുടെ വീഡിയോ ഇടാനായിട്ട് വന്നുകൊണ്ടാണ് അത് ഇടാണ്ടിരിക്കുന്നത്. അപ്പോൾ സുനിലേട്ടനും ചേച്ചിയും പറഞ്ഞ്, സാധാരണ കുട്ടുവിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല, കുട്ടുവിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിൽ ലൈറ്റ് കാണിക്കുന്നതാണ്. അത് ജോർജ് മാത്യു സാർ വന്ന വീഡിയോയിലൊക്കെ അതുണ്ട്. അപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ വീഡിയോ ഇല്ലായിരുന്നു, ഞങ്ങൾ താഴെ വന്നിട്ട് സംസാരിക്കുന്നതാണ്. സുനിലേട്ടൻ കരിക്ക് വെക്കുകയാണ് കേട്ടോ കുട്ടുവിന് ഇവിടെ വന്നിട്ട്. അപ്പോൾ ആ ലൈറ്റ് കാണിക്കാറുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ലൈറ്റ് കാണിച്ചില്ല. അവിടെ ഗേറ്റിംഗ് വന്നപ്പോൾ തൊട്ട് എനിക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാര്യം എന്തെങ്കിലും നമ്മളെല്ലാവരും പൂർണ്ണരല്ല, നമുക്ക് നമ്മുടേതായ തോന്നലുകളും നമ്മുടേതായ ശരികളും ഉണ്ട്. അത് നമുക്ക് മാത്രം ശരിയായിരിക്കും. ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് മുമ്പിൽ അത് ശരിയല്ല എന്ന് എനിക്കിന്ന് ഇന്നലെ മനസ്സിലായി. അപ്പോൾ ഞാൻ സുനിലേട്ടനോട് പറഞ്ഞു, സുനിലേട്ടൻ, ഞാനിവിടെ വരുമ്പോൾ ഞാൻ തിരിച്ചു ചെന്നിട്ട് മരണ വീട്ടിൽ നിന്ന് നടന്ന് ആ വീട്ടിൽ വന്ന രീതിയിൽ എന്താണോ ചെയ്യേണ്ടത്, ഞങ്ങളുടെ ആചാരം അത് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ചേട്ടാ വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് അവിടുത്തെ ആ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് തെറ്റാണെന്ന് മനസ്സിലായി. ചേട്ടനിപ്പോൾ കുട്ടുവിൻ്റെ പ്രസൻസ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് ചേട്ടനോട് സത്യം എനിക്ക് പറയണമെന്ന് തോന്നി ചേട്ടാ, അതാണ് ആ തോന്നലിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനന്തരവൻ നാരായണൻ ആ ഫ്രിഡ്ജിലെ ലൈറ്റ് കത്തണം കണ്ട്. അപ്പോൾ പറഞ്ഞു, ഇതേ ലൈറ്റ് കത്തുന്നുണ്ട്. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് അതിൻ്റെ വർക്ക് സുനിലേട്ടൻ കാണിച്ചിരുന്നു. കാര്യം അതൊരു സെൻസറുണ്ട്, ആരെങ്കിലും അതിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ ആ ലൈറ്റ് കത്തുള്ളൂ. വെള്ളം എടുക്കാനോ മറ്റോ ചെല്ലുമ്പോൾ മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അവിടെ കുട്ടുവിൻ്റെ പ്രസൻസ് അങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാകുന്ന ഒരു രീതി. ആ പ്രസൻസ് അവിടെ കാണിച്ചു. അപ്പോൾ അതുകൂടാണ്ട് കുട്ടുവിൻ്റെ തീരുമാനമായിരുന്നു ഇന്നിവിടെ വരണമെന്നുള്ളത്. അത് ആ സമയത്ത് എന്തൊക്കെയാണോ ചെയ്യേണ്ടിയിരുന്നത് അത് കുട്ടു ചെയ്യിച്ചു കൊണ്ടുവന്നു. അതിന് ഞങ്ങൾക്കൊരു നിയോഗം ആ യോഗീശ്വര തുല്യനായ അല്ലെങ്കിൽ യോഗീശ്വരനായ ശ്രീ സൂരജ് കൃഷ്ണ എന്ന് കുട്ടു എന്ന് വിളിപ്പേരുള്ള ആ ദിവ്യാത്മാവ് അതിനുള്ള ഒരു സൗഭാഗ്യം തന്നു എന്നേ പറയുള്ളൂ. സങ്കടമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ 20 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ആ ശരീരം വെടിഞ്ഞത്. ശങ്കരാചാര്യർ പോലും 33 വയസ്സുണ്ടായിരുന്നു, വിവേകാനന്ദ സ്വാമികൾ 33 വയസ്സുണ്ടായിരുന്നു. പക്ഷേ കുട്ടു മനസ്സിലാക്കി, എനിക്ക് 20 വർഷം മതി. കാര്യം കുറേയധികം ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങൾ കുട്ടുവിൻ്റെ വന്നിട്ടുണ്ട്. ഇന്ന് വരുമ്പോൾ തന്നെ വളരെയധികം കാര്യം ശ്രീവരാഹത്തിൻ്റെ അവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് സുനിലേട്ടൻ വന്ന് കൊണ്ടുവരാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ രാവിലെ പഴവങ്ങാടി പോയി. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപാസന ഇത് ചെയ്യുമ്പോൾ മനസ്സിലായി, ഇന്ന് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോകണം എന്ന് മനസ്സിലായി. സത്യം ഒരു കോൾ വരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ, ചേട്ടാ ശ്രീകണ്ഠേശ്വരത്ത് ഞങ്ങൾ പഴവങ്ങാടി തൊഴുത് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ശ്രീകണ്ഠേശ്വരത്ത് വരാം, അവിടെ നിന്ന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ആരാണ് ചേട്ടാ? അമ്മയാണ്, കുട്ടുവിൻ്റെ അമ്മൂമ്മയാണ് വിളിക്കണത് കേട്ടോ. ആ കാര്യമൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് അമ്മാവനും അച്ഛനും കൂടി അവർക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അവർ പറയും കേട്ടോ. അത് അവരായിട്ട് പറയുന്നതാണ്, ഞാനായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ആ അമ്മൂമ്മയുടെ ഫോൺ വന്നു. അതിൻ്റെ പുറകിലൊക്കെ കാര്യം ഏത് വഴി കൂടി വരണമെന്ന് സുനിലേട്ടൻ തീരുമാനിച്ചു. കുട്ടുവിൻ്റെ ഇഷ്ടപ്പെട്ട വാഹനമാണ് കാറ്. പക്ഷേ ആ സമയത്ത് ആ വാഹനം വന്നത് കുട്ടുവിനെ ലാസ്റ്റ്
വീട്ടിലേക്ക് കൊണ്ടുവന്ന മോർച്ചറിയുടെ മുമ്പിൽ കൂടിയായിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ കാര്യം. അങ്ങനെ കൂടി അല്ല വരേണ്ടിയിരുന്നത്, പക്ഷേ അങ്ങനെ കൂടി വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് സുനിലേട്ടൻ പ്രേരിപ്പിക്കപ്പെട്ടു. കാര്യം സുനിലേട്ടൻ പറയാറുണ്ട്, സുനിലേട്ടൻ ഇതുമേൽ കാറിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഓടിക്കണം എങ്ങനെ ഓടണമെന്ന് തീരുമാനിക്കണത് കുട്ടുവാണെന്ന് പറയാറുണ്ട് മിക്കപ്പോഴും. അത് ഞങ്ങൾ നേരിട്ട് കണ്ടു, പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല, നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ കാറിൽ കുട്ടുവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിൽ പൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻസിഡൻറ്റ് പറയുമ്പോഴും ഈ പൂ വീണുകൊണ്ടിരിക്കും, ഓരോ പൂവ് അല്ലെങ്കിൽ അതിൻ്റെ ഇതൾ വീണുകൊണ്ടിരിക്കും. അത് വളരെയേറെ എന്താണ് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. കാര്യം ഞങ്ങളിവിടെ ഉദ്ദേശം 1 മണിക്കൂറോളം നേരം ഞങ്ങളിവിടെ കാണും, ഈ സമാധി സ്ഥലത്ത് കാണും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ പലരും കൊണ്ടുവന്ന് ചിലർ വിവാഹ ക്ഷണക്കത്ത് വെക്കുന്നുണ്ട്, പല കാര്യങ്ങളും. കാര്യം ദൈവീകമായിട്ടൊരു അതെ ഒരു വിവാഹ ക്ഷണക്കത്ത് ഇന്ന് വന്നപ്പോൾ ഞങ്ങൾ കണ്ടതാണ് കുട്ടുവിനുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ വിശുദ്ധരുടെ അവിടെയൊക്കെ വെക്കാറുണ്ട്, അതുപോലെ ഇവിടെ വയ്ക്കുന്നുണ്ട്. പലരുടെയും ജീവിതത്തിൻ്റെ അതിലെ ഒരു ആത്മീയ ചൈതന്യത്തിൻ്റെ ഭാഗമായി, ആത്മീയ വെളിച്ചമായിട്ട് കുട്ടുമാറി. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് തന്നെ സംഭവിക്കും. ഓരോരുത്തർക്കും ഇപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കാം കുട്ടുവിൻ്റെ ഈ സമാധി സ്ഥലം കാണണമെന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങൾ ഇവിടെ വരേണ്ടി വന്നത്. കാര്യം ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നതല്ല ഇവിടെ വരാനുള്ളത്. പക്ഷേ സുനിലേട്ടൻ പറഞ്ഞ് ഇന്ന് സമാധി സ്ഥലത്ത് പോവുകയാണ്, അപ്പോൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്, പക്ഷേ അടുത്ത വീഡിയോ എടുക്കും. അപ്പോൾ ഈ കുട്ടുവിൻ്റെ ദിവ്യാത്മാവ്, അദ്ദേഹം ആരാധിച്ചിരുന്ന ദേവതകൾ കുറേ ഉണ്ട്. ശ്രീകണ്ഠേശ്വര മഹാദേവൻ, അതിൻ്റെ അടുത്തുള്ള ദുർഗാദേവി, കുറേ അധികം ഉണ്ട്. അത് സുനിലേട്ടനൊക്കെ പറയും. ഇവിടെ വെച്ച് പറയാൻ എന്തെങ്കിലുമൊക്കെ കുട്ടു തോന്നിപ്പിച്ച് കാണും, എനിക്കറിയില്ല. അപ്പോൾ ആ കാര്യങ്ങൾ അറിയും. ഏതൊക്കെ ചൈതന്യങ്ങളായിട്ട് തിരുച്ചെന്തൂർ പോയ കഥ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. മൂകാംബികയിൽ പോയ അനുഭവങ്ങളൊക്കെ സുനിലേട്ടൻ വരുമ്പോൾ പറഞ്ഞിരുന്നു. കുട്ടുവിൻ്റെ അമ്മാവനും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, കുട്ടുവിൻ്റെ അമ്മാവൻ കൈ നോക്കാനായിട്ട്, അദ്ദേഹം ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന ആളാണ്, കൈ നോക്കാൻ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ കുട്ടു മരിക്കുന്നതിന് മുമ്പത്തെ ദിവസം കുട്ടുവിൻ്റെ അമ്മൂമ്മ ഹോസ്പിറ്റലിലാണ്. അമ്മൂമ്മേനെയും കൊണ്ടാണ് കുട്ടു പോയത്. അവിടെ പോയപ്പോൾ അമ്മാവൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മാവ എൻ്റെ കൈ നോക്കാൻ പറഞ്ഞു. അമ്മാവൻ പറഞ്ഞു, നീ നോക്കണ്ട, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം ആ സമയത്ത് കുട്ടു ആ ശരീരം വിട്ടിരുന്നു. അത് അമ്മാവൻ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി. കാര്യം ഒരു സൂചന, അമ്മാവ എൻ്റെ കൈ നോക്ക്, എന്തെങ്കിലും ഈ ഒളിച്ചേ പാത്തയുണ്ടല്ലോ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അമ്മാവൻ കണ്ടുപിടിക്കാനായിട്ട് ദൈവമായിട്ട് കുട്ടിനെ കൊണ്ട് പറയിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അമ്മാവൻ്റെ വാക്കുകളിൽ ആ സമയത്ത് കൈ നോക്കണ്ട, എന്തോ ഒരു അമ്മ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് അശുഭകരമായിട്ടുള്ളത് സംഭവിക്കും, അതിൻ്റെ കുട്ടുവിൻ്റെ കൈ നോക്കിയിട്ട് ഒന്നുകൂടി അത് കൺഫേം ആകണ്ട എന്നുള്ള പേടിച്ചിട്ടാണ് നോക്കാത്തതെന്ന് പറഞ്ഞു. പക്ഷേ സംഭവം വേറെ എന്നായിരുന്നു. ഏതായാലും അത് അമ്മാവനും അച്ഛനും പറയും. ഇത് ഞാൻ നിർത്തുന്നു. ഇവിടെ ഈ കുട്ടുവിൻ്റെ ദിവ്യാത്മാവ് ചൈതന്യം കുട്ടുവിനെ മനസ്സാ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നൽകട്ടെ. നമ്മുടെ എല്ലാം ആഗ്രഹങ്ങൾ ആ കുട്ടുവിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട്, കുട്ടു ഉള്ള കൈലാസഗിരിയാകട്ടെ, എവിടെയൊക്കെയാണോ നമുക്കറിയില്ല. കാര്യം പലർക്കും പലയിടത്ത് കണക്ഷൻ ആവുന്നുണ്ട്. ഇന്ന് തന്നെ ഈ സമാധിയിലേക്ക് വരാനായിട്ട് കാലെടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ചേച്ചി വിളിക്കുകയാണ്. ചേച്ചി വിളിച്ചിട്ട് ഗുരുകുലത്തിൽ പോകണമെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞ്, ചേച്ചി കാലെടുത്ത് വെച്ചിരിക്കുന്ന കുട്ടുവിൻ്റെ സമാധിയിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പോലും ചേച്ചിക്ക് വിളിക്കാൻ തോന്നിയത് 11 മണിയായി ആ സമയം. അപ്പോൾ ഏതൊക്കെയോ കണക്ഷൻസ് ഉണ്ട്, ഡിവൈൻ കണക്ഷൻസ്. അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാകും. എവിടെയൊക്കെ പോകുന്നതിൻ്റെ പുണ്യം പോലെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നു. ചിത്രശലഭങ്ങൾ പാടിക്കളിക്കുന്നു, കുറേയധികം അനുഭവങ്ങൾ വരുമ്പോഴുണ്ട്. അത് എൻ്റെ മാത്രം ഇത് മാത്രം വിശ്വസിക്കുന്ന കുറച്ച് പേരുടെ തോന്നലുകളാകാം, ഇത് കാണുന്ന കുറേ പേരുടെ തോന്നലുകളാകാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനോട് ആഗ്രഹങ്ങൾ പറഞ്ഞ് നിവൃത്തി തരുന്ന ഒരു ദിവ്യാത്മാവായിട്ട് കുട്ടു ഉണ്ട്. ആ ഒരു കുട്ടുവിൻ്റെ അനുഗ്രഹം, ആ ഒരു കടാക്ഷം നമ്മളെല്ലാവരിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമാധിങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കുട്ടുവിൻ്റെ ദിവ്യാത്മ ചൈതന്യത്തിനും അതുപോലെ അതിൻ്റെ പുറകിലുള്ള 30 മുക്കോടി ദേവതകൾക്കും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീനിവാസപ്പൈ.